ഏഷ്യാനെറ്റ് എക്സോടെ നല്ലൊരു ഹൃദ്യമായ ഒരു പടം, നല്ലൊരു എക്സ്പീരിയൻസ്. ആലോചിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്ന ഒരു സിനിമയാണ്. നല്ലപോലെ ഇരുന്ന് കരഞ്ഞു, സമ്മതിക്കാൻ പാടില്ല. അതെ, നമുക്ക് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന സബ്ജക്റ്റാണ്. നമുക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടല്ലോ, അപ്പോൾ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ഒത്തിരി വിഷമം വരും, നമ്മൾ ഒത്തിരി ആലോചിക്കും. ഗംഭീര പെർഫോമൻസ് ആണ്. വിഷമமான പെർഫോമൻസ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സിനിമയിൽ നമ്മൾ നിരാശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും അവരൊരു ക്യാരക്ടറിന് ഒരു മൈന്യൂട്ട് കാര്യങ്ങൾക്ക് എന്ത് വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആലോചിക്കുന്നു എന്നൊക്കെ തോന്നുന്നുണ്ട് നമുക്ക് പല സീൻസിനാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഉർവശി ചേച്ചി, ഞാനിപ്പോൾ ഇറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഉർവശി ചേച്ചിയോടുള്ള അത്ഭുതമാണ് തീരാത്തത്. കാരണം ഉർവശി ചേച്ചി നമ്മൾ എത്ര കാലമായി, എത്ര കഥാപാത്രങ്ങളായി കാണുന്നു, പക്ഷേ ഓരോ ക്യാരക്ടറിലും ഇപ്പോൾ ഇത് ശരിക്കും ABM അല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല സിനിമയാണ്. വളരെ കാലത്തിന് ശേഷം ഒരു ചേച്ചിയുടെ വലിയൊരു റോള് കാണാൻ പറ്റി. ഇന്റർനാഷണൽ കാലിബറിലൊരു നടിയാണ് തീർച്ചയായിട്ടും ഉർവശി വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹൃദ്യമായ ഒരു പടം, നല്ലൊരു എക്സ്പീരിയൻസ്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ അഭിനയത്തിലുള്ള ആ കൗതുകവും ആ ഒരു കുസൃതിയും അതുപോലെ തന്നെ ആ ഒരു ഇമോഷൻസും ഒക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയൊരു പ്രത്യേകമാർക്ക് മാത്രമല്ല, ഒരു ഫാമിലി മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഇപ്പോൾ ചിന്തിക്കേണ്ട വലിയൊരു സിനിമയാണ്. ഉർവശി മാഡം അഭിനയം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് അഭിനയമാണ്. നാഷണൽ അവാർഡ് ഇന്ത്യയിൽ ഉറപ്പാണ്. എല്ലാം നടന്ന നോക്കുവാണ്. എല്ലാം കൊണ്ടും നല്ല മൂവിയാണ്. ഇത് ഉർവശി മലയാളത്തിൽ പണ്ടുണ്ടാവുകയാണ്, എല്ലാം കൊണ്ട് നല്ലൊരു മൂവി. ശരിക്കും പറഞ്ഞാൽ ഈഗോ അല്ല, സ്നേഹമാണ് ലൈഫിൻ്റെ എസൻസ് എന്നൊരു ലെസൺ കൂടി നമുക്ക് ആ മൂവി തരുന്നുണ്ട്. തീരെ രസമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും. ശരിക്കും ഇപ്പോഴത്തെ തലമുറയിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഫാമിലിയുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരുപാട് സന്തോഷം. നല്ല സിനിമ, ടച്ചിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമുക്കൊക്കെ ജീവിതത്തിലേക്ക് ഓട്ടങ്ങളുടെ ഇടയിലൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനും ഒന്ന് ആലോചിക്കാനും ഒക്കെ ഒരു അവസരം നൽകുന്ന ഒരു സിനിമയാണ്. பண்ணு எமோஷனல் நூறு விஷயம் எனக்கு வந்து JPP பண்ண நம்புறேன். ரொம்ப சந்தோஷம். கேரளாவில் வந்து ஃபஸ்ட் பண்ணுறது தேங்க்யூ. செம சூப்பராக இருந்துச்சு. எமோஷனல் தேங்க்யூ. ரொம்ப சந்தோஷமாக இருக்குது. இங்கே கேரளா மக்களோட இந்த படம் பார்க்கும்போது நான் 50-60 தடவை பார்த்தாலுமே வந்து இங்கேயும் திரும்பி என்னால் பயங்கர எமோஷனல் ஆகிடும். கண்ட்ரோல் பண்ண முடியல. ஏன்னா எண்டில் வந்து மக்கள் எல்லாம் கை தட்டி ஆரவாரமாக வந்து கொண்டாடுறது எனக்கு ரொம்ப யூஸாக இருக்குது. ரொம்ப தேங்க்ஸ் ஃபார் கேரளா. பேச முடியல, ரொம்ப சந்தோஷமாக இருக்குது. இல்லை, இந்த கேரக்டர் வந்து ஊர்வசி அம்மா தான் அவங்க தான் வந்து கரெக்டாக இருக்கும். ஸோ அதனால தான் அவங்க கேஸ் பண்ணேன். சரி, ரியல் ஸ்டோரின்றதுனால எனக்கு நல்லா தெரியும் ஈச் அண்ட் எவ்ரி திங். இந்த கேரக்டர் வந்து என்னோட சொந்த பெரியம்மா, என் அம்மாவோட அக்கா. ஸோ அதனால் ஊர்வசி அம்மா அது ரிலேட்டடாக கரெக்டாக இருக்குன்னு சொல்லிட்டு அவங்க கேஸ் பண்ணேன். 100 days கண்டிப்பாக போகும். இப்போ எல்லா இடத்துலையுமே அந்த பேசிக்காக இருக்கிறது வந்து ஹிட்டாக வரும். ரொம்ப பெருசாக வந்து நம்ம அக்சசரிஸ் மாட்டிக்கிட்டு இல்லைன்னா பயங்கரமாக 6 பேக் வச்சுக்கிட்டாங்க. வந்து பேசிக் லைஃப் சிம்பிள் அண்ட் லேஸாக தேங்க் மஞ்சுமா பாய்ஸ் மோர் ஃபிலிம்ஸ் മലയാളം മൂവീസ് എല്ലാം பார்த்துட்டு எனக்கு வந்து ஃபேவரட் ஆர்டிஸ்ட் வந்து இப்போ இல்லை, முதல்ல வந்து மூசா செட்டு